ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ മാല നമ്മൾ കെട്ടുമ്പം ലൂസാവാതെ കെട്ടുന്നതെന്ന്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ടൈപ്പ് ഇലാസ്റ്റിക് ത്രെഡ് ഉണ്ടല്ലോ, വലിയ ടൈപ്പ്. അപ്പോൾ അത് കെട്ടുമ്പം എത്ര കെട്ടിയാലും അത് ലൂസായി ഇങ്ങനെ പോരും. അപ്പോൾ അതെങ്ങനെ പോരാതെ നല്ല ഭംഗിയിൽ വൃത്തിയിൽ കെട്ടാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ സിമ്പിളാണ്, ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് അങ്ങനെ കെട്ടിയെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ നമ്മൾ സാധാരണ കെട്ടുന്ന പോലെ ഒറ്റ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരറ്റത്തിട്ടാ കാണുന്നില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ് കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒരു കെട്ടിട്ടു. എന്നിട്ട് നമ്മൾ ബീഡ്സ് എല്ലാം ഈ ഒരു കെട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടാ. അതായത് നമ്മൾ കെട്ടുമ്പോൾ നൂല് ഒരുപാട് ഇങ്ങനെ കാണാൻ പാടില്ലല്ലോ, കറക്റ്റ് ആ നൂലിൻ്റെ പാകത്തിന് ബീഡ്സും വേണമല്ലോ. അപ്പോൾ അത് അടുത്തേക്ക് ഹോളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ട് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം നമ്മളിതാ ജസ്റ്റ് കട്ട് ചെയ്യണം ആദ്യം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇത് അത്ര പോലും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരുപാട് കട്ട് ചെയ്തിട്ട് എലാസ്റ്റിക് ത്രെഡ് നമ്മൾ വേസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ നേരത്തെ ഇട്ട പോലത്തെ ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഒറ്റ റൗണ്ടിലാണ് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടും അതുപോലെ കയ്യിലെടുത്തിട്ട് രണ്ടറ്റവും ഉണ്ടാവുമല്ലോ, അപ്പോൾ വലത് കയ്യിലുള്ള ഈ അറ്റം ഈ ഒരു ഹോളിനുള്ളിലൂടെ ഇട്ട് കൊടുക്കുക. ഇടത് കയ്യിലുള്ള റൗണ്ടിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഇടത് കയ്യിലുള്ള അറ്റം വന്നിട്ട് ഈ റൗണ്ടിൻ്റെ ഉള്ളിലും ഇട്ട് കൊടുക്കുക. പതുക്കെ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് നൂലൊന്നും അതായത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ബീഡ്സൊക്കെ പോകും കേട്ടോ. ശ്രദ്ധിച്ചിട്ട് നല്ല ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല വലിച്ചു കൊടുക്കുക, നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുക്കുക, നല്ല രീതിയിൽ നല്ല ടൈറ്റിൽ വലിച്ചു കൊടുക്കണം. അപ്പോൾ ആ കെട്ട് അങ്ങോട്ട് പോകില്ല കേട്ടോ. നല്ല രീതിയിൽ മാല നല്ല ടൈറ്റായി നിൽക്കില്ല, ആവശ്യത്തിനുള്ള ലൂസും കിട്ടും. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടും വലിച്ചു കൊടുക്കുക. നമ്മൾ അറ്റത്തുനിന്നും വലിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ആ ഭാഗത്തുനിന്നും വലിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒറ്റ കെട്ട് ഒന്നും കൂടി ഇട്ടു രണ്ട് നൂലും കൂടി ചേർത്തിട്ട് ഒറ്റ കെട്ട് ഇട്ട് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് രണ്ട് സൈഡ് അതുപോലെ ഇങ്ങനെ വലിച്ചു കൊടുക്കുക. നമുക്കതിൻ്റെ എഡ്ജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒരു കെട്ടും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, വേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കെട്ടിട്ടിട്ടില്ല കേട്ടോ, ഒറ്റ കെട്ടേ ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം ഉരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ലൂസിൽ തന്നെ ബീഡ്സൊന്നും ടൈറ്റായി നിൽക്കുകയൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിടക്കുകയും ചെയ്യും, ഊരി പോകുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാല ഉണ്ടാക്കാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനൊക്കെ 0.8 mm എലാസ്റ്റിക് ത്രെഡ്, അതായത് ക്രിസ്റ്റൽ ടെക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ഫിഷ് വയർ ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. പക്ഷെ നമ്മളെപ്പോഴും ഫിഷ് വയറൊക്കെ എടുക്കുമ്പോൾ സ്ക്രൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണ്ടി വരുമല്ലോ ലോക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഹുക്ക് ഒന്നും ഇല്ലാതെ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. ബ്രേസ്ലെറ്റും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. രണ്ട് സൈഡിലും ഇതുപോലെ ഓരോരോ ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തലപ്പ് വന്നിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടി മറ്റേ കയ്യിലുള്ള തലപ്പ് വന്നിട്ട് ഇപ്പുറത്തെ ഹോളിൻ്റെ ഉള്ളിൽ കൂടി കടത്തി കൊടുത്തതിന് ശേഷം ഒറ്റ കെട്ടിട്ട് കൊടുത്താൽ മതി. കുട്ടികളൊക്കെ ആണെങ്കിൽ എപ്പോഴും ചെയ്യുന്നവർക്ക് കുട്ടികൾക്ക് ഇത് കെട്ടാൻ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ രീതിയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടൈറ്റായി നിൽക്കുകയും ചെയ്യും, അതായത് പെട്ടെന്ന് ലൂസായി പോരില്ല ഈ ഒരു ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി, പതുക്കെ ചെയ്താൽ മതി. നമ്മൾ ഇത്രയും കോർത്ത ബീഡ്സ് പോവാതെ നോക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് കെട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വലിച്ചു കൊടുക്കുക. അതുപോലെ പോരും, ചിലപ്പോൾ പെട്ടെന്ന് വലിച്ചാൽ അങ്ങനെ പോരും ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് വേണം, നല്ല അമർത്തി വലിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ പോരാൻ ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വലിച്ചിട്ട് നമ്മളൊരു കെട്ടും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചിലർ ഒരുക്കുന്നൊക്കെ കാണാം, എനിക്കതിനോട് യോജിപ്പില്ല, ഞാൻ ഒരുക്കാറില്ല. ഞാൻ ഇതുപോലെ തന്നെയാണ്
ചെയ്യാറുള്ളത്. ജസ്റ്റ് 2 കെട്ടിട്ട് കൊടുക്കുക, അതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ലൂസാവാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ പോരുന്നില്ല കണ്ടോ. നമ്മൾ കെട്ട് മുറുകിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കണം. ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ എഡ്ജസ് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല അറ്റത്ത് തന്നെ വെച്ച് കട്ട് ചെയ്താലൊന്നും ലൂസായി പോരില്ല കേട്ടോ. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.